2020-നും 2040-നും ഇടയിൽ ലോകമെമ്പാടുമുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ കേസുകളിൽ ഇരട്ടിയോളം വർധനവുണ്ടാകുമെന്നാണ് പഠനം. മരണനിരക്കിൽ 85% വർധനവുണ്ടാകുമെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. കുറഞ്ഞ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലായിരിക്കും രോഗബാധ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയെന്നും ലാൻസെറ്റ് കമ്മീഷന്റെ പഠനത്തിൽ പറയുന്നു. കേസുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നത് ഉറപ്പായും സംഭവിക്കുന്ന കാര്യമാണെന്നും രോഗനിർണയം നടത്താത്തതും LMIC-കളിലെ വിവരശേഖരണത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും കാരണം യഥാർത്ഥ സംഖ്യ ഇതിലും ഉയരാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രായമായവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതും ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതും പ്രായമായ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലായി റിപ്പോർട്ട് ചെയ്യാൻ കാരണമാകും. 50 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരിൽ അപകട സാധ്യത വളരെയധികമാണ്. അതേസമയം ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതും പൊതുജനാരോഗ്യ ഇടപെടലുകൾക്കും വരാനിരിക്കുന്ന കുതിച്ചുചാട്ടത്തെ തടയാൻ കഴിയില്ലെന്നും ഗവേഷകർ പറയുന്നു. ലോകമെമ്പാടുമുള്ള പുരുഷന്മാരെ പരിഗണിക്കുമ്പോൾ മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും ഉൾപ്പെടുന്നവരാണ് കൂടുതൽ പേരും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കേസുകളുടെ എണ്ണത്തിൽ തീർച്ചയായും വർധനമുണ്ടാകും. ഈ കേസുകളിൽ വർധനമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ പദ്ധതികൾ തയ്യാറാക്കി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. പഠനത്തിന് നേതൃത്വം നൽകിയ ലണ്ടനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ റിസർച്ചിലെ പ്രോസ്റ്റേറ്റ് ബ്ലാഡർ ക്യാൻസർ ഗവേഷണ വിഭാഗം പ്രൊഫസർ നിക് ജെയിംസ് പറയുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ചവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വിദ്യാഭ്യാസ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിനൊപ്പം നേരത്തെ രോഗനിർണയം നടത്തുന്നതിനായി ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഇടപെടലുകൾ നടത്തണമെന്നും ഗവേഷകർ ആവശ്യപ്പെട്ടു. ജനിതക ശാസ്ത്രപരമായ പരിജ്ഞാനം വളരുന്നത് മോളിക്കുലാർ ടാർഗറ്റഡ് തെറാപ്പികൾ വികസിപ്പിക്കുന്നത് സാധ്യമാക്കുമെന്നും അവർ പറയുന്നു. ഒരു നിശ്ചിത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആദ്യഘട്ട ചികിത്സ ഫലപ്രദമായില്ലെങ്കിൽ അവർക്ക് ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേക പരിവർത്തനം ലക്ഷ്യം വെച്ചുള്ള മോളിക്യുലർ ചികിത്സകൾ AI ഉപയോഗിച്ച് വികസിപ്പിക്കാൻ കഴിയും. അതുവഴി അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടാനുസൃതമുള്ള ചികിത്സകൾ നൽകാൻ കഴിയും. മരുന്ന് കമ്പനിയായ പെപ്സിന്റെ സഹസ്ഥാപകൻ നാരായണൻ വെങ്കിട്ട സുബ്രഹ്മണ്യൻ പറയുന്നു. കുറഞ്ഞ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലെ ബോധവൽക്കരണ പരിപാടികൾ ശക്തിപ്പെടുത്തണമെന്ന് ഗവേഷകർ ആവശ്യപ്പെടുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ അപകടങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രാജ്യങ്ങൾക്കിടയിൽ അവബോധം വളർത്താൻ ശ്രമിക്കണം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ നട്ടെല്ലിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അവസാന ഘട്ടങ്ങളിലാണ് ഇതിനുള്ള സാധ്യതയെങ്കിലും ആദ്യഘട്ടങ്ങളിൽ തന്നെ ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന, ചികിത്സയുടെ ഭാഗമായുള്ള വേദന എന്നിവയും അനുഭവപ്പെടാം. മുംബൈയിലെ ആശീർവാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെയിൻ മാനേജ്മെന്റ് ആൻഡ് റിസർച്ചിലെ പെയിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി വാസ് പറയുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗികളിൽ അനുഭവപ്പെടുന്ന വേദന തീവ്രതയേറിയതാണ്. നട്ടെല്ല്, വാരിയല്ലുകൾ, പെൽവിസ് തുടങ്ങിയ ഭാഗങ്ങളിൽ ഇത് ആഴത്തിൽ അനുഭവപ്പെടും. ന്യൂഡൽഹിയിലെ മാക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ കെയറിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മേരി എബ്രഹാം പറഞ്ഞു. പതിവ് പരിശോധനകൾ നൽകുന്നതിനൊപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളിൽ വീക്കം അനുഭവപ്പെടുന്നതും വലുതാകുന്നതും സംബന്ധിച്ച് പുരുഷന്മാരിൽ അവബോധം സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണെന്ന് വിദഗ്ധർ പറയുന്നു. 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം വയ്ക്കുന്നതും കാണാറുണ്ട്. അതിൽ ഭൂരിഭാഗവും അപകടകരമല്ലാത്ത മുഴകളാണ്. അവയ്ക്ക് ക്യാൻസറുമായി ബന്ധമില്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആകാനുള്ള സാധ്യതയും കുറവാണ്. ഡോക്ടർ മേരി പറയുന്നു. 2040 ആകുമ്പോഴേക്കും ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കേസുകളുടെ എണ്ണം 29 ലക്ഷമായി ഉയരുമെന്നും വർഷത്തിൽ 7 ലക്ഷം പേർ രോഗം ബാധിച്ച് മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു.